ഹായ് ഓൾ, വെൽക്കം ടു VRJ Tales. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് മീൻ ചതച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മീൻ ചതച്ചതിനെ കുറിച്ച്? ഭയങ്കര എളുപ്പമാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അധികം സമയം എടുക്കത്തില്ല ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മീൻ വേണം. ഞങ്ങളിവിടെ നിന്ന് എടുത്തിരിക്കുന്നത് സാമനാണ്. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുന്ന കഷ്ണം പോലെ ആക്കുക, ചെറിയ ചെറിയ ക്യൂബ്സ് പോലെ. അത് കഴിഞ്ഞിട്ട് അതിനൊരു ചെറിയ മാരിനേഷൻ ഉണ്ട്. ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1/4 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. തലേന്ന് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്, അപ്പോൾ ഫ്ലേവർ കുറച്ചും കൂടെ കൂടും. അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ട് ഒരു പാനിൽ അത്യാവശ്യം ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീനെല്ലാം കൂടെ നിരത്തി അതിൽ പാനിൽ വെക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം, കാരണം ഇതൊന്ന് ഒരു ഇച്ചിരി വെന്ത് കിട്ടിയാലേ നമുക്ക് ഇതൊന്ന് അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക. ഒരു ഓൾമോസ്റ്റ് ഒരു 1/4 ഭാഗം കുക്കാവുന്നവരെ അത്യാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഈ പരുവാകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം. പക്ഷേ ഏകദേശം ഈ ഒരു പരുവ, ഒരു 1/4 ഭാഗം, അത് നിങ്ങളുടെ മീൻ ഓരോന്നനുസരിച്ച് നിങ്ങളെ നോക്കി ചെയ്യുക. ഏകദേശം ഈ പരുവാകുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ഈ മീനുകളെല്ലാം ഇപ്പോൾ ക്യൂബായിട്ടല്ല, അതൊന്ന് ചെറുതായിട്ട് ഇച്ചിരി വിട്ട് നിൽക്കുന്ന ആ രീതിയിലൊന്ന് ആക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം മീൻ അധികം എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് അടി പിടിക്കാതെ നല്ലപോലെ നമുക്കത് കിട്ടും. ജസ്റ്റ് ഒന്ന് വേകുന്ന ഒരു ഇത് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊരു വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ സെയിം പാൻ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് അടി പിടിക്കാത്ത രീതിയിലൊന്ന് കഴുകിയിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഉടച്ച് നമുക്ക് പാൻ വെക്കാം. ഇതൊന്ന് പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക പാനിലേക്ക്. എന്നിട്ട് നമുക്ക് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് കുറച്ചൊരു ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളിയും, പിന്നെ അതിൻ്റെ പകുതിയോളം ഇഞ്ചിയും എടുത്തിട്ട് നല്ല കുനുകുനായിട്ട് അരിഞ്ഞ് വെക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് കാണാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. അപ്പോഴേക്കും നമുക്ക് ഒന്നുകിൽ ചെറിയുള്ളി അല്ലെങ്കിൽ സവോള, ഇതിനകത്ത് ഏതാ അവൈലബിൾ ആയിട്ട്. ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയുള്ളി അല്ലെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളകും വേണം. അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച്, ബിക്കോസ് നമ്മൾ ഓൾറെഡി മാരിനേഷനിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കുക. അപ്പോൾ പാനിലേക്ക് ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കുനുകുനായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അത് നന്നൊന്ന് മൂത്ത് വരാനുള്ള ഒരു താമസം, അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അടുത്ത് നമ്മൾ സവോളയാണ് ചേർക്കാൻ പോകുന്നത്. ഞങ്ങളിവിടെ സവോള ഉപയോഗിക്കുന്നത്, പക്ഷേ ഇതിന് പകരം നമുക്ക് ചുമന്നുള്ളി ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ചുമന്നുള്ളി, ഇപ്പോൾ നോർമൽ സ്റ്റോറുകളാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ചെറിയുള്ളിയാണ് കിട്ടുന്നത്. അപ്പോൾ അതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. പക്ഷേ ചെറുതാണെങ്കിൽ ഒരു 6-7 ചെറിയുള്ളി ചേർക്കാം. സവോള ആണെങ്കിൽ ഒരു ഒരെണ്ണം ഞങ്ങൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് സവോളയുടെ ആ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫുൾ സവോള ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഇതാക്കി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും. ഈ ഒരു മുളക് ചുമന്ന മുളക്, അപ്പോൾ ഇതിന് ഇച്ചിരി എരിവ് കൂടുതലാണ്, അപ്പോൾ നമ്മൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ.
പിന്നെ നമ്മൾ ഓൾറെഡി പച്ചമുളക് മാരിനേഷനിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ആവശ്യത്തിന് എരിവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ചേർക്കുക. അപ്പോൾ നമ്മളിവിടെ ആവശ്യം ചേർത്ത് നന്നായി ഇപ്പം ഒരു ശകലം ഉപ്പ് ചേർക്കുക. ഈ ഒരു പരുവാകുമ്പോഴേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഏകദേശം നമ്മൾ വഴറ്റിയ സവോള ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആവേണ്ട, അതിന് മുന്നത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ചതച്ച മുളക്. അത് എപ്പോഴും ഓപ്ഷണലാണ്, ബിക്കോസ് നിങ്ങൾക്ക് എരിവ് ഇഷ്ടം അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഒരു സ്വീറ്റ്നെസ്സും കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ശകലം കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ടൊമാറ്റോ സോസ്. അത് നമ്മളൊരു ശകലം ഒരു സ്പൂണിൽ കെച്ചപ്പ് എടുത്തിട്ട് അത് ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ ചേർക്കും. എന്നിട്ട് നന്നായി വഴറ്റി ഒരു ഇച്ചിരി ഡ്രൈ ആകുമ്പോഴേക്കും ഒന്ന് നന്നായി ഡ്രൈ ആക്കിയിട്ടാൽ ആ ഡ്രൈ ആകുമ്പോഴേക്കും നമ്മൾ ആ ബൗളിൽ മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് മീൻ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എത്രയോ ഡ്രൈ ആക്കാൻ പറ്റുമോ അത്രയോ ഡ്രൈ ആക്കുക, ഫ്ലേവർ കൂടും. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ചും കൂടെ കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ അത് ചേർക്കുന്നില്ല, പക്ഷേ കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കുന്ന വരെ നന്നായി വഴറ്റി എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമാവുന്നു. ഡു ട്രൈ, സ്പെഷ്യലി ബാച്ചിലേഴ്സിന് എളുപ്പത്തിൽ നല്ല ഇതിപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സാമനാണ്, അപ്പോൾ അതിനകത്ത് നല്ല ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉള്ളൊരു ഫിഷാണ്. അപ്പോൾ ഡു ട്രൈ. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടെ ഇത് നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യുക, ബൗളിലേക്ക് ആക്കുക. ചോറ് നല്ല ചൂട് ചോറും ഈ ഒരു ചതച്ച മീനും കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ പുതിയ റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. ബൈ.